Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. One love. Love you too, കൊച്ചളിയ. One loveന്റെ അർത്ഥം പെണ്ണിൽ 0 പോയിന്റിന് 1 ലവ് എന്നാണ് അർത്ഥം. ഓ, അപ്പൊ പോയിന്റിനാണ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ നീ പറഞ്ഞതിൽ ലവ് ഉണ്ട്. ലവ് ടു ബി നോട്ടഡ് മൈ ലോഡ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങൾ എല്ലാരും ഒരുപാട് പോയിന്റ് ആണ്. നിങ്ങൾ എല്ലാരും വളരെ പോയിന്റ്ലിയാണ്. ഐ മീൻ ലവ്ലിയാണ്. പിന്നെ കണ്ടു നാളെ അവനെ കാണാം. രണ്ട് കണ്ണും തല്ലി നടക്കുന്നവനെ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. ചുക്കു 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 ചുക്ക് ചുക്ക്. ആഹാ, നിന്നെ കണ്ടവർക്കൊക്കെ ഫീവർ പിടിച്ചെന്നല്ലേ പാടിയത്. ഇത് നല്ല കണ്ടന്റ് ഉള്ള റാപ്പാണല്ലോ. ജസ്റ്റിൻ പാട്ട് മുഴുവൻ എഴുതിയെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? അത് സൈക്കിളിൽ പോയി പിന്നെ ബൈക്കിലും പോയി. അത് സൈക്കിളിൽ പോയി ബൈക്കിൽ പോയി ഇട്ടില്ല ഗിയർ. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റിൻ. ഇനി ബാക്കി പാട്. ഇപ്പൊ ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വരികൾ താനെങ്കിൽ വരും. ചിന്തിച്ചു പാടാനോ? ശരി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം പൊട്ടിപ്പോയി, പിന്നെ 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 ഒട്ടിപ്പോയി, ആദ്യം ഉറങ്ങിപ്പോയി, പിന്നെ ഉണർന്നു വന്നു, പിന്നെ ആദ്യം കുളിച്ചു, പല്ലും തേച്ചു, പിന്നെ മുഖം തുടച്ചു, ഭക്ഷണവും കഴിച്ചു. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. അല്ല, ഇതെന്ത് പറ്റി? നന്നായിട്ട് പാടി വന്നതാണല്ലോ, പെട്ടെന്നെന്താ വണ്ടി തിരിച്ചു വിട്ടോ? എനിക്ക് വായിക്കാതെ പാടാൻ പറ്റില്ല. എല്ലാം തല തിരിഞ്ഞു പോകും. പിന്നെ ഞാൻ ആകെ നാണക്കെട്ടും പോവും. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇതിനകത്ത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പേടിയോ? അപ്പോ നിങ്ങൾക്ക് ഞാൻ പേടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാൻ എന്താ പറയുക, അതിന്റെ കാരണം വളരെ വലുതാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, ഞങ്ങളൊക്കെ ഹണിയാണെന്ന് വിചാരിച്ചോ നീ? ശരി, എങ്കിൽ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. തുണി വാഷ് ചെയ്തു, പിന്നെ സ്വിമ്മിങ് ചെയ്തു, വെള്ളത്തിൽ കുടുകുടു ചാട്ടം. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. കൂട്ടുകാരെ, ഇവൻ എന്താണ് പെട്ടെന്ന് പറ്റിയത്? ഇവൻ നന്നായിട്ട് പാട്ട് പാടുന്നതാണല്ലോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേടി വരാറുണ്ട്. ലിറിക്സ് ഒക്കെ ഞാൻ മറന്നു പോകാറുണ്ട്. ആഹാ, കൊള്ളാലോ. ഇതിപ്പോ റൈമിംഗ് ഡയലോഗ് ആയല്ലോ. ഞാനെന്ത് ചെയ്യാനാ? ഞാൻ ഇതിന് മാത്രം പേടിക്കാൻ എന്താ ഉള്ളത്? എങ്ങനെ നടത്തും ഞാൻ എന്റെ ഷോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കിപ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ഞാൻ പോവാ. അയ്യോ, ഇവനെന്താ പറ്റിയത്? കൂട്ടുകാരെ, ഇവന് പേടി കൂടി കഴിഞ്ഞാലേ പിന്നെ മരമൊക്കെ തിന്നാൻ തുടങ്ങും. ശാന്തിയില്ല, സമാധാനമില്ല, ഒരു കുന്തമില്ല, കാലിൽ മന്തുമില്ല. ഓ സോ സാഡ്. എവിടെ പോയി ഹണി ബണ്ണി പോപ്പറ്റ് പിന്നെ സോദാർ? ജോ ജോ. സത്യത്തിൽ നിനക്ക് ഇന്ന് എന്താ പറ്റിയത്? എന്ത് പറ്റി? എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? പ്ലീസ് എനിക്ക് മാപ്പ് തരണം. യെസിനെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആക്ച്വലി എനിക്ക് പേടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതും ചെറുപ്പം തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലെ പേടി. പക്ഷെ ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ ഇവന്റ് നടക്കാൻ പോവുകയാണ്. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയാ. എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പക്ഷേ നീ നന്നായിട്ട് റാപ്പ് ചെയ്യുന്നുണ്ടല്ലോ, സംശയമുണ്ടോ? ഒരു സംശയമില്ല. പക്ഷെ നിന്റെ ലിറിക്സ് വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണല്ലോ. കൂട്ടുകാരാ, നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നിന്റെ ഇവന്റ് നന്നാവാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. അതെ, ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂട്ടുകാരുടെ സഹായം ആവശ്യമാണ്. കൊള്ളാം. നിങ്ങളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പേടിയാ ഉള്ളത്? വരൂ, വീട്ടിനകത്തേക്ക് വരൂ.
Game on! Now game on with Kiko. And get your power mode on! If you have not experienced the same, download the game. Available on Google Play. അയ്യോ ഇത് ഞങ്ങളുടെ വീടാണ്. ഇതിനകത്ത് മരം കൊണ്ടുള്ള ഉപകരണങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് നിന്റെ ഈ പ്രാക്ടീസ് വേറെ എവിടെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാ പിന്നെ നമുക്ക് ജസ്റ്റിന്റെ വീട്ടിലേക്ക് തന്നെ പോയാലോ? അവന്റെ കയ്യിലാകുമ്പോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും കാണുമല്ലോ. സംശയമുണ്ടോ? അതെ, നല്ല ഐഡിയ ആണ്. പോട്ടെ, വാ പോവാം. ആ എന്റെ വീട്ടിൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ അയ്യോ, ഇവന്റെ സ്വന്തം വീട് തന്നെ തിന്നു തീർത്തല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, ഇവൻ വീടല്ല തിന്ന് തീർത്തത്, മരം മാത്രം തിന്നിട്ടുള്ളൂ. അല്ലേ ജസ്റ്റിനെ? അയ്യോ, എന്നെ ഈ കഴുതയുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറ്റി തരുമോ? അയ്യോ ജസ്റ്റിൻ, നിന്റെ വീട് എന്താ ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഒരുപാട് പേടി വരുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് മരങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട്. അതാ നോക്ക്, ആദ്യം നിന്റെ പ്രാക്ടീസിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഇവിടെ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. കണ്ടില്ലേ, ഇവിടെ ഡ്രം സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റൂ. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും കൊച്ചലിയ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ മരം കൊണ്ടുള്ളതൊന്നും അല്ലല്ലോ കൊച്ചലിയ. അല്ലെങ്കിൽ ചിലപ്പോ ജസ്റ്റിനെ അതും തിന്നു കളയും. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. റാപ്പ് ചെയ്യും. എന്താ ചെയ്യാ കൂട്ടുകാരെ? ഇന്ന് റിഹേഴ്സൽ നാളെ പാടാം. ഞാനാ ജസ്റ്റിൻ ബീവർ. എന്റെ അമ്മോ, ഇത് കേട്ടിട്ട് ഒരു സുഖമില്ല. ജസ്റ്റിൻ, നിനക്ക് എന്താ പറ്റിയത്? ഐ ആം സോറി, ഞാനിപ്പോ വല്ലാത്ത പേടിയില്ല, അതുകൊണ്ടാ. കൂട്ടുകാരെ, ശരിക്കുള്ള പ്രോബ്ലം ജസ്റ്റിൻ പാടുമ്പോഴല്ല, അത് ജസ്റ്റിന്റെ പേടി കൊണ്ടുണ്ടാവുന്നതാണ്. പുതിയ പ്ലാൻ, ആദ്യം ഇവന്റെ പേടി ഒന്ന് മാറ്റിയെടുക്കണം, പിന്നീട് ഇവന്റെ ഉള്ളിൽ കോൺഫിഡൻസ് നിറയ്ക്കണം. ഈ സൂവിൽ ആനിമൽസിനെ കണ്ട് പാട്, മനസ്സിന് സന്തോഷവും കിട്ടും, ജസ്റ്റിന്റെ മനസ്സിലെ പേടിയും മാറി കിട്ടും. അയ്യോ, ഇവൻ വല്ലാണ്ടൊക്കെ പേടിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. എടാ, നീ ഒന്ന് മിണ്ടാതിരിക്കൂ. താഴെ നിൽക്കുന്ന ചീറ്റപ്പുലി കേട്ടാലുണ്ടല്ലോ, പിന്നെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. സംശയമുണ്ടോ? സത്യത്തിൽ നമ്മൾ ഈ മരത്തിൽ കയറാൻ പാടില്ലായിരുന്നു. എടാ മിണ്ടാതിരിക്കാൻ. സോറി, എടാ മിണ്ടാതിരിക്കാൻ. എടാ, നീ എന്തുവാടാ ഈ ചെയ്യുന്നേ? നമ്മള് രക്ഷപ്പെട്ടു കൂട്ടുകാരെ. നീ എന്തുവാടാ ഈ ചെയ്യുന്നേ? പലയത്തിനായി തിന്നുന്നേ. അത് ആ ചീറ്റപ്പലി പുറകെ ഉണ്ടായിരുന്നില്ലേ, അത് ആലോചിച്ചപ്പോ വല്ലാതെ പേടിച്ചു ഞാൻ. നീ ബോട്ട് തിന്നുന്നേ. അത് പിന്നെ നമുക്ക് ആ കരയിലെത്താൻ പറ്റിയില്ലെങ്കിലോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം. എന്റെ ജസ്റ്റിനെ, നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഇല്ലേ? ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് എങ്ങനെയാ ശരിയാവുന്നേ? എനിക്കറിയില്ല ഇനി നിന്റെ അവസ്ഥ എന്താകുമെന്ന്. ഞങ്ങളുടെ അല്ല, നിന്റെ. അതെ, ഞാനും നിന്റെ എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് നീയാണ് പറയേണ്ടിയിരുന്നെന്നാണ്. എന്റെ അവസ്ഥ എന്താകുമെന്ന്. ഞാനും അതല്ലേ പറഞ്ഞത്, എന്താകും നിന്റെ അവസ്ഥയെന്ന്. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒന്നുമില്ല എന്റെ പൊന്നോ.
എനിക്ക് ഇത് കേൾക്കുമ്പോഴും ചെറുതായിട്ടൊക്കെ പേടി തോന്നുന്നുണ്ട്. പ്ലാൻ 3 ഇതേതായാലും വർക്കൗട്ട് ആവാതിരിക്കത്തില്ല. ഇതിലൂടെ ജസ്റ്റിനെ പേടിക്കത്തില്ലെന്ന് നമുക്ക് കരുതാം. നീ എങ്ങോട്ടായി പോകുന്നത്? ഇവിടെ ഭയങ്കര തിരക്കാണ് സോർദാർ ചേട്ടാ. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ഇനി ഈ പേടി മാറ്റാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് വാ. എന്നെ വിട്, എന്നെ വിട്. എനിക്ക് ഭയങ്കര പേടിയാ. കൊണ്ടുപോകല്ലേ. വാവ്, ഇവിടെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് കാണുന്നുണ്ടല്ലോ. ജസ്റ്റിൻ, ഇവിടെ നിനക്ക് പേടിക്കാനുള്ള ഒരു കാര്യവുമില്ല. കേട്ടോ, നിന്നെ പോലെ മരങ്ങൾ തിന്നുന്ന മറ്റാരോ കൂടി ഇവിടെ ഉണ്ട്. കേട്ടോ? കൂട്ടുകാരെ, നമ്മൾ അബദ്ധം വല്ലോ കാണിച്ചേ. ഇവൻ ഈ കട മുഴുവനും കഴിക്കും. ഈ കട മുഴുവൻ കഴിക്കോ? അപ്പൊ നമുക്ക് വരുന്ന ബില്ലിന് ഈ കടയുടെ അത്രയും വലിപ്പം ഉണ്ടാവില്ല കൊച്ചളിയാ. എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക്. എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്ത്. അയ്യോ, ജസ്റ്റിൻ ഇവിടെ പോയി. ഇവിടെ കാണുന്നില്ലല്ലോ. അതെ അത് തന്നെ. ജസ്റ്റിൻ, നീ ഓരോ കാര്യത്തിന് മരം കഴിക്കാൻ തുടങ്ങിയ നിനക്ക് ഒരിക്കലും കോൺഫിഡന്റ് ഉണ്ടാവില്ല. ഇത് ഒരു നടക്കി പോകാൻ തോന്നുന്നില്ല. ഒരു മിനിറ്റ് നിൽക്ക. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു അടിപൊളി റാപ്പർ ഉണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. പേടിയാണ് മാറ്റേണ്ടത്. മാന്യ മഹാജനങ്ങളെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ വരികയാണ് റാപ്പർ ജസ്റ്റിൻ ബീവർ. മഴ പെയ്യും, മഴ പെയ്യും, കോരിച്ചൊരിഞ്ഞു മഴ പെയ്യും. മഴ പെയ്യും, മഴ പെയ്യും, കോരിച്ചൊരിഞ്ഞ് മഴ പെയ്യും. മിന്നൽ പിണരുകൾ, പിന്നെ മിന്നൽ പിണരുകൾ പാഞ്ഞെത്തും. യോ ഇത് കൊട്ടിക്കൊണ്ട് പാടിക്കോ. ഇപ്പൊ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും പറ്റില്ല. കൺട്രോളിൽ കൊണ്ടുവരും മനസ്സ്. ഇനി റാപ്പൻ നല്ലൊരു തപസാണ്. ഒരു മനസ്സ്. മഴ പെയ്യും, മഴ പെയ്യും, കോരിച്ചൊരിഞ്ഞ മഴ പെയ്യും. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. കൺട്രോളിൽ കൊണ്ടുപോയ മനസ്സ്. റാപ്പൻ നല്ലൊരു തപസ്. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. അത് പൊട്ടിപ്പോയി പിന്നെ ഒട്ടിപ്പോയി, ഉറങ്ങിപ്പോയി പിന്നെ ഉണർന്നു വന്നു, പല്ലും തേച്ച് കുളിച്ചു വന്നു. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. ആരാണീ ഞാൻ? ഞാനാ ജസ്റ്റിൻ ബീവർ. ഈ ഞാനാ ജസ്റ്റിൻ ബീവർ. കൂട്ടുകാരെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാകും. എന്നിൽ കോൺഫിഡന്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ നല്ല കൂട്ടുകാരെ കിട്ടുന്നവർക്ക് ലോകത്തിലെ എന്ത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാകുന്നതാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ അത് ഈ 4 കൂട്ടുകാരുടെയും കൈകളാണ്. അതെ, നിനക്ക് പിന്നെ കൈയല്ലല്ലോ ഉള്ളത്, വലിയ പല്ലല്ലേ ഉള്ളത്. എന്റെ വക ഇവർക്കൊരു സ്പെഷ്യൽ റാപ്പ്. നിങ്ങൾ ഇല്ലെന്നാലോ ഞാൻ പാടുപെട്ടേനെ. റാപ്പിൽ പാടാതെ ഞാൻ പെട്ടുപോയേനെ.
ഒരു വരി പോലും ഞാൻ തെറ്റാതെ പാടില്ല. മനസ്സിന്റെ ഭാഷയിൽ കേൾക്കാൻ കഴിഞ്ഞല്ലോ. രാത്രിയെന്നില്ല, പകലെന്നില്ല റാൻ. ഇനി നിങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. ഇനി നിങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. Everyone, ഇനി നിങ്ങളാണ് ഫ്രണ്ട്സ്.